നമസ്കാരം. പുതുവർഷത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ പ്രതീക്ഷകളോടെ 2025 വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും എല്ലാവരും. എന്നാൽ ആഘോഷത്തിനപ്പുറം വലിയ മാറ്റങ്ങൾക്കായിരിക്കും UAE വരും വർഷം സാക്ഷ്യം വഹിക്കുക. 2025 രാജ്യത്തിന്റെ ചില നിയമങ്ങൾക്ക് മാറ്റം വരികയും പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്കൊന്ന് നോക്കാം. 2025 രാജ്യത്തിന്റെ ട്രാഫിക് നിയമത്തിൽ കാര്യമായ മാറ്റം വരാൻ പോവുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള പ്രായം 17 കുറയ്ക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത്. നിലവിലുള്ള ട്രാഫിക് നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ട്രാഫിക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള പുതിയ ഫെഡറൽ ഡിക്രി നിയമം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും. അടുത്ത വർഷം UAE നിവാസികൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു സുപ്രധാന മാറ്റം അബുദാബിയിലും ദുബായിലും എയർ ടാക്സികൾ അവതരിപ്പിക്കുന്നതാണ്. ഈ വർഷം വിവിധ എമിറേറ്റുകളിലെ ഗതാഗത അധികാരികൾ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് അവതരിപ്പിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. 2025 അബുദാബിയിലും ദുബായിലും അവ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. അൽ മക്തും പാലത്തിലെ അറ്റകുറ്റപ്പണികൾ 2025 ജനുവരി പകുതിയോടെയും അവസാനിക്കും. ഇതുവഴി ദുബായിലെ റോഡുകളും സുഗമമാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്. പുതിയ സാലിക് ഗേറ്റുകൾ ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാണ്. പ്ലാസ്റ്റിക് നിരോധനം വിപുലീകരിക്കുന്നതാണ് 2025 മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. പ്ലാസ്റ്റിക് സ്റ്റേറ്റുകൾ, സ്റ്റൈറോഫോം കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ടേബിൾ കവറുകൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സ്റ്റൈറോഫോം കപ്പുകൾ എന്നിവ അടുത്ത വർഷം മുതൽ രാജ്യത്ത് നിരോധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പൊതു ബസ് സ്റ്റോപ്പുകളിൽ സൗജന്യ വൈഫൈ എന്നതാണ് മറ്റൊരു പരിഷ്കാരമായിട്ട് പറയുന്നത്. എമിറേറ്റിലെ 4 പ്രധാന ബസ് സ്റ്റേഷനുകളിൽ ഇതിനോടകം തന്നെ സൗജന്യ പബ്ലിക് വൈഫൈ ഉണ്ട്. അടുത്ത വർഷത്തോടെ കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുമെന്നും ദുബായ് RTA അറിയിച്ചിട്ടുണ്ട്. 2025 ഫെബ്രുവരി മുതൽ വേരിയബിൾ റോഡ് ടോൾ പ്രൈസിംഗ് സിസ്റ്റം ദുബായിലും പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. പ്രവൃത്തി ദിവസങ്ങളിലെ തിരക്കേറിയ സമയത്ത് ഓരോ ക്രോസിംഗിനും 6 ദിർഹവും, പ്രവൃത്തി ദിവസങ്ങളിലെ തിരക്കില്ലാത്ത സമയത്തും ഞായറാഴ്ചകളിലും ഓരോ ക്രോസിംഗിനും 4 ദിർഹവും വെച്ചാണ് ഈടാക്കുക. അടുത്ത വർഷം മാർച്ച് മുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ സ്റ്റാൻഡേർഡ്, പ്രീമിയം, ഗ്രാൻഡ് ഈവന്റ് പാർക്കിംഗ് എന്നിങ്ങനെ ഫീസ് ഈടാക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഇത് ഗുണങ്ങളായും ദോഷങ്ങളായും ഭവിക്കുന്നതാണ്. എന്നാൽ ഇതിൽ ഉപകാരപ്രദമാകുന്നതാണ് പലതും ജനങ്ങൾക്ക്.